നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ റീമ പത്മകുമാറാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മാം ഇവിടെ എന്താണ് അല്ലെങ്കിൽ ഏത് ഫേഷ്യലാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്? ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബാംബു ചാർക്കോൾ ഫേഷ്യലാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു ഫേഷ്യലാണ്. പിന്നെ ഇതൊരു എക്സ്പ്രസ് ഫേഷ്യലാണ്. ബാംബു ചാർക്കോൾ ഫേഷ്യലാണ്. അപ്പോൾ ഇതൊരു എക്സ്പ്രസ് ഫേഷ്യലാണ്. കാരണം ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ സമയമില്ല. പക്ഷെ നന്നായി ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നന്നായിട്ട് പോവാൻ വേണം. അപ്പോൾ പെട്ടെന്ന് ഓടി വന്ന് മറ്റേ സാധാരണ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമുക്ക് ഇത് അത്രയും സമയം എടുക്കാതെ തന്നെ ഒരു 45 മിനിറ്റ്സിൽ നമുക്കത് ചെയ്ത് നല്ല റിസൾട്ടുമാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ചെയ്യുന്നതിന് ചില സ്കിന്ന് തിരഞ്ഞെടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സ്കിന്നിനും ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് ചെയ്യാൻ പറ്റും. പിന്നെ ഓയിൽ കൂടുതലായിട്ട് വന്ന് ഓപ്പൺ പോസ് ആണ് സ്കിന്നിൽ. ഓപ്പൺ പോസ് ഉള്ള സ്കിന്നിൽ ഇപ്പോൾ ഈ മോളുടെ ഇവിടെ ചെറിയ ഓപ്പൺ പോസ് ഉണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഓപ്പൺ പോസിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യുന്നത്. അധികം അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് ബെറ്റർ, ഏറ്റവും നല്ലത് ഓയിലി സ്കിന്നിനുള്ളത് തന്നെയാണ്. ഓയിലി സ്കിൻ ഇപ്പോൾ ഉള്ള ഇപ്പം ടീനേജ് കുട്ടികൾക്കും ചെയ്യാം. അപ്പോൾ കുറച്ച് ഓയിൽ കൺട്രോൾ ആവും, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പം ഈ ഓപ്പൺ പോസ് നിറയെ കാണും. അങ്ങനെയുള്ളവർക്കൊരു 1 in 15 days ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കൺട്രോളായി ആ ഒരു നല്ല ഡെപ്ത് ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. നമുക്ക് ഇന്ന് തുടങ്ങാം. ഇന്നെൻ്റെ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ കസിൻ തന്നെയാണ്, സ്മിത. വെൽക്കം സ്മിത. ഈ സ്കിന്നിൽ ഇവിടെ കണ്ടോ ലക്ഷ്മി, ഓപ്പൺ പോസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്കിന്നിന് ഇപ്പോൾ ഒരാൾ ഓടി വന്ന് പാർലറിൽ വന്നിട്ട് പറയും എനിക്കിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫേഷ്യൽ അങ്ങ് ചെയ്ത് കൊടുക്കാനെന്ന് പറയുമ്പോൾ അവർ വന്ന് പറയുന്ന ഫേഷ്യൽ ഏതെങ്കിലും ആയിരിക്കും, വേറെ ഏതെങ്കിലും ഫ്രണ്ടിന് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഫേഷ്യൽ ആയിരിക്കും എനിക്കും അത് ചെയ്യണമെന്ന് പറയും. പക്ഷെ അവർക്കത് ചേരുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഒരു നല്ല സ്കിന്നിനെ കുറിച്ച് നോളജ് ഉള്ള ആളടുത്ത് പോയി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ബ്യൂട്ടി പാർലറിലുള്ളവർക്ക് ഈ അറിവുണ്ടായിരിക്കണം ഇല്ല. അപ്പം അവരെന്ത് ചെയ്യും, കുട്ടി ആവശ്യപ്പെട്ടത് ഇതാണെന്ന് വിചാരിച്ച് ചെയ്യും. മറ്റേ കുട്ടിയുടെ റിസൾട്ട് ഇതിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും സ്കിൻ നോക്കിയിട്ട്, അപ്പോൾ ഇത് ആ കുട്ടിയുടെ സ്കിന്ന് പോലെയാണോ, ഇത് ചേരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ അതിന് ചേരുന്ന നോക്കി ചെയ്ത് കൊടുത്താൽ അതിനേക്കാളും ബെറ്റർ റിസൾട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനാദ്യമായിട്ടുള്ളത് ഒരു ക്ലെൻസറാണ്. അതിൽ ക്ലെൻസിങ്ങും എക്സ്ഫോളിയേറ്റിങ്ങും എല്ലാം കൂടെ അടങ്ങിയതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാം. ഇപ്പം മാം ഇപ്പോൾ എക്സ്പ്രസ് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതാണോ? എക്സ്പ്രസ് ഫേഷ്യൽ ഒരു 5-6 വർഷമായിട്ടുണ്ട്. പിമ്പിൾസ് എല്ലാം നന്നായിട്ട് ഏത് പിമ്പിൾസ് ഉണ്ടെങ്കിലും ഇത് ചെയ്യുന്ന ഇല്ല. പിമ്പിൾസിന്റെ പുറത്ത് മസാജ് അധികം പാടില്ല. ഇതിന് മസാജ് ഒന്നും ഇല്ല അധികം. മസാജ് ക്രീം ഇല്ല. ഈ എക്സ്പ്രസ് ഫേഷ്യലിന് മസാജിന്റെ ആവശ്യമില്ല. ഇതിന് നമുക്ക് എത്ര ടൈം വേണ്ടി വരും ഈ എക്സ്പ്രസ് ഫേഷ്യലിന്? മാക്സിമം 45 മിനിറ്റ്. നമുക്കിത് ബ്രൈഡലിനും ചെയ്യാൻ പറ്റുന്നതാണോ? ബ്രൈഡലിന് ചെയ്യാം, പക്ഷെ പ്രീ ബ്രൈഡലായിട്ട് 2 ദിവസം മുമ്പ് ചെയ്യില്ലേ, അപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് സെയിം ഡേ നമുക്ക് ചെയ്യാം. ഇപ്പം ഈ ഒരു ബ്രൈഡിന് 2 days ബാക്ക് എല്ലാം പാക്കേജ് ഫുൾ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടി ഒന്ന് ഡള്ളായി വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തലേ ദിവസമോ ഒന്ന് രാവിലെ ഒന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. അല്ലാതെ ബ്രൈഡലായിട്ട് ചെയ്യുന്നില്ല, കാരണം ട്രീറ്റ്മെൻറ്റായിട്ടേ ചെയ്യുന്നുള്ളൂ. പ്രീ ബ്രൈഡൽ 2 ദിവസം മുമ്പ് ചെയ്യുന്നില്ല. അന്നേരം എന്തെങ്കിലും ഗോൾഡൻ അങ്ങനെയുള്ള ഫേഷ്യൽ. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫേഷ്യൽ ചെയ്യുന്ന സമയം നമ്മൾ റിംഗ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് അൾട്രാസോണിക് മെഷീനാണ്. ഇതെന്ന് വെച്ചാൽ സൂപ്പർ നല്ല ഡെപ്തിന് ക്ലെൻസ് ആവും സ്കിൻ വന്ന്. പുറത്തുനിന്ന് വരുന്നത് നല്ല എക്സ്പെൻസീവ് ആണത്. ഇതിൽ ഓരോ ടോണുണ്ട്. ഓൺ ചെയ്തിട്ട് ക്ലിയർ ടോൺ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മൾ മസാജ് ചെയ്യുന്നതല്ല, ക്ലീനിങ് ചെയ്യാൻ. ക്ലീനപ്പ് പോലും നമ്മൾ ചെയ്യുന്ന ഒരു ആണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ലൈൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഭാഗം ഇങ്ങനെ ചെയ്യും.
ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഇത് ചെയ്യുന്നതുകൊണ്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ആവുകയാണ്. സ്കിന്നിൻ്റെ 5th ലെയർ വരെയും ക്ലീൻ ആവുകയാണ്. പിന്നെ അടിയിൽ ഇപ്പോൾ സ്കിന്നിന് അടിയിൽ ചെറിയ ടോക്സിൻസ് കാണും. ആ ടോക്സിൻസ് എല്ലാം ഇതിലൂടെ ഇളകി വരും. ഇതിൽ വൈബ്രേഷൻ ഉണ്ടോ? നമുക്ക് എന്ത് എഫക്റ്റാണ് ഇത് ഫേസിൽ കിട്ടുന്നത്? ഇതിലൊരു എർത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ പല്ല് ഈ ടീത്തിൻ്റെ സൈഡിലൊക്കെ വരുമ്പോൾ ആളിന് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഈ കൈയും കൂടെ വെക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. മാം ഇത് എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? അല്ലെങ്കിൽ മാമിനിത്? ഞാൻ ഡൽഹിയിലാണ് പഠിച്ചതല്ല. ഡൽഹി ഷഹനാസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഇൻ്റർനാഷണൽ ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിച്ചത്. ഇതിൽ ഓരോ മോഡുണ്ട്. ക്ലിയർ മോഡ്, എക്സ്ഫോളിയേറ്റിംഗ് മോഡ്, ഇങ്ങനെ ഓരോ മോഡിലാണ് ആ സ്വിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ മോഡിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നു. തൊട്ട് മുന്നേ എക്സ്ഫോളിയേറ്റിങ്ങിലാണ് സ്ക്രബ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ മസാജ്, സിറം, അതെല്ലാം മസാജിൻ്റെ ആണ്. ക്രീം ഉണ്ട്, സിറം ഉണ്ട്, ഇതെല്ലാം ആ മോഡിലിട്ടിട്ട്. അപ്പോൾ ഇത് എക്സ്പ്രസ് മ്യൂസിക്കിന് ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇതെല്ലാം മസാജിന് ഇത് യൂസ് ചെയ്യാം? എല്ലാ ഫേഷ്യലിനും യൂസ് ചെയ്യും. ഈ ഫേഷ്യലിന് മാത്രം ഉള്ളതല്ല. ഇതെന്താണ്? ഇത് ടോണറാണ്. ഓക്കെ. ഡെഡ് സ്കിൻ എല്ലാം ഇളകിപ്പോവും. ഓക്കെ. വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോവും. വളരെ സ്ലോയിൽ എടുക്കുന്നത്. വിത്തൗട്ട് പെയിൻ ആണിത് അല്ലേ? പെയിൻ ഒന്നുമില്ല. ശരിക്കും പല്ല് പുളിക്കും. ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ പല്ല് പുളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പണ്ടൊരു ഗാൽവാനിക് എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ ഉണ്ടായിരുന്നു. ഇതാണ് ഗാൽവാനിക് മെഷീൻ. അങ്ങനത്തെ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മുമ്പ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിപ്പം ഈ മെഷീൻ ഇതാകുമ്പോൾ കോമ്പാക്ട് സൈസിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതിനേക്കാളും റിസൾട്ടും ആണത്. ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ. കണ്ണിൻ്റെ ഏരിയയിൽ ചെയ്യത്തില്ല. കണ്ണ് ഇത്രയും വിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യും ഇവിടുത്തെ ആ റിങ്കിൾസ് മാറാൻ വേണ്ടി മാത്രം. ഇതിന് എത്ര സ്റ്റെപ്പാണ് ഈ എക്സ്പ്രസ് ഫേഷ്യലിനുള്ളത്? എത്ര സ്റ്റെപ്പ്? 3 സ്റ്റെപ്സേ ഉള്ളൂ. 3 സ്റ്റെപ്പ്. ഇതാദ്യം ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് ഒരു കൂൾ കംപ്രഷൻ കൊടുക്കുന്നുണ്ട്. ഇതാദ്യം ഒന്ന് തുടച്ച് മാറ്റാം, ഈ ക്ലെൻസ് ചെയ്യുന്നത്. ഓക്കെ. ഡേർട്സ് എല്ലാം തുടച്ച് മാറ്റുക. ഈ ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് 2 ഇഫക്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ പോസ് എല്ലാം ക്ലെൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ ആയി വരും. ഓക്കെ. അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓപ്പണായി ഇരിക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് അടയണം. അപ്പോൾ അടയുന്നത് വെച്ചാൽ ഫുൾ ക്ലോസ് ആവത്തില്ല, മിനിമൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. മിനിമൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ടോണിങ് കൊടുക്കണം. എപ്പോഴും ക്ലെൻസിങ്, സ്ക്രബിങ് അങ്ങനെയുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോണിങ് കൊടുക്കണമെന്നാണ്. അലോവേരയുടെ ഏതെങ്കിലും അലോവേരയോ അങ്ങനെ വാട്ടർമെലൻ അങ്ങനെ പല ഫ്ലേവറിൽ വരുന്നുണ്ട്. അത് വെച്ചിട്ടൊന്ന് ടോൺ ചെയ്യണം. ഇതിനകത്തും കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ഇതൊരു മാസ്ക് പോലെയാണ്. ഫുൾ ഫേസിന് നമ്മൾ കവർ ചെയ്യുന്നത്. നല്ലൊരു സുഖമാണ്, നല്ല കൂളിംഗ് ആണ്. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ഇതിനകത്ത് ഇത് വെക്കുമ്പോൾ ഒന്നും കൂടെ സ്കിന്ന് ഇപ്പം നമ്മൾ ഈ ഒത്തിരി ഇതിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ കാണും സ്കിന്നിന്. സ്കിന്നെല്ലാം പോയി മറ്റേ മറ്റേ ടെൻഡർ സ്കിൻ പോലെ ഇരിക്കുകയായിരിക്കും. അതിൻ്റെ ആ ഇറിറ്റേഷനൊക്കെ മാറാൻ ഒരു കൂളിംഗ് കിട്ടാനും എല്ലാവരും ഓടി വരുന്നത് ഒരു സുഖം, ഒരു സമാധാനമായിട്ട് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കണം. ഹെയറിലായ പ്രശ്നമില്ല? ഇല്ല. സ്റ്റിക്ക് ചെയ്യത്തില്ല? ഇല്ല. ഐബ്രോസിനൊന്നും പ്രശ്നമില്ല. ഇതിങ്ങനെ വെച്ച് 10 മിനിറ്റ്. ഇത് എല്ലാ ഫേസിനും ഇത് തന്നെ ആപ്റ്റ് ആവും? സൈസ് അങ്ങനെ പ്രത്യേകിച്ച് സൈസ് ഇത് തന്നെ, ഇതൊരു സൈസേ ഉള്ളൂ. ഓക്കെ.
ഇത് നമ്മൾ എത്ര നേരം കണ്ടിന്യൂ ചെയ്ത്? 10 മിനിറ്റ് വെച്ചേക്കും. ചില കുട്ടികൾക്ക് നമ്മൾ പിന്നെയും ഇത് കവറിലിട്ടും കൊടുക്കും. വീട്ടിൽ ചെന്ന് ഒന്നും കൂടെ വയ്ക്കാൻ സമയമില്ല, പെട്ടെന്ന് ഒട്ടും സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് കവറിലിട്ട് പാക്ക് ചെയ്ത്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്ന് ഇത് നേരെ കൊണ്ട് അന്നൊന്നും ചെയ്യാൻ പറ്റില്ല, സമയം ഇതെല്ലാം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ പറയും. വെച്ചിട്ട് നെക്സ്റ്റ് ഡേയോ അന്ന് ഈവനിങ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നു മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് വെച്ചൊരു 20 മിനിറ്റ് വരെ കിടന്നിട്ട് എടുത്ത് റിമൂവ് ചെയ്ത്. നമുക്കിത് എത്ര റീയൂസ് ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യമാണ്, സിംഗിൾ യൂസ് ആണ്. ചില കുട്ടികൾക്ക് സമയമില്ല, അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ എല്ലാം ഇതിൽ തന്നെ കാണും, അത്രയും പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഇഫക്റ്റ്. ഈ സൊല്യൂഷൻ പോകുന്നവരെ നമുക്ക് വെക്കാം, അത് കഴിഞ്ഞ്. ഇതിപ്പോൾ ഓയിലി സ്കിൻ അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യാൻ പറ്റുമോ? എക്സ്പ്രസ് അല്ല, വേറെ കമ്പനി വേറെ ഉണ്ട്. വേറെ ഓയിലി സ്കിന്നിന് അല്ലാത്തവർക്ക് ഡ്രൈ, ഡൾ, ഡാമേജ്ഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്കിന്നിനും ഉള്ളതുണ്ട്. ഇതിപ്പോൾ സ്കിൻ കുറച്ച് ഓയിലി ആയതുകൊണ്ട് ഞാൻ ഓയിലിയുടെ അത് എടുത്തതാണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന്, ഡാമേജ്ഡ് സ്കിന്നിന് എല്ലാം ഉണ്ട്. ഡാമേജ്ഡ് സ്കിന്നാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ വരുന്ന കൂടുതലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് സ്കിൻ ഡാമേജ് ആക്കി കൊണ്ടുവരും. വളരെ കുറച്ച് വരെയുള്ള നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻ പോലെ ഫോളോ ചെയ്ത് പോകുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ മാറ്റുക. ഫുൾ നമ്മൾ റിമൂവ് ചെയ്യും. വളരെ സ്ലോയിൽ എടുത്ത്. ഇത് സിംഗിൾ പർപ്പസ്, സിംഗിൾ യൂസ് ആണ്. ഇത് ചാർക്കോൾ, ബാംബു ചാർക്കോൾ മാസ്ക് ആണ്. ഇത് പെട്ടെന്ന് ഒഴിച്ചെടുക്കും. ഇതിൽ അതൊരു മാസ്ക് ഒരു പാക്കറ്റിൽ വരുന്നതാണ്. അതിൽ ബാംബു പൗഡർ, ചാർക്കോൾ പൗഡർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, മിക്സ് ചെയ്ത് വെച്ചേക്കാൻ പാടില്ല? ഇല്ല, പെട്ടെന്ന് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അങ്ങനെയാണ്. ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല? ഒരു കുഴപ്പമില്ല. ഇത് എത്ര നേരം എടുത്ത് അത് ഉണങ്ങി അങ്ങനെ ഉണ്ടോ? ടൈമിംഗ് ഉണ്ടോ? അത് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങും. ചിലർക്ക് 15 മിനിറ്റ്, അവരുടെ സ്കിന്നിൻ്റെ ഹീറ്റ് അനുസരിച്ചിരിക്കും. ഇതൊരു റബ്ബറൈസ്ഡ് ലെവലിൽ തന്നെ എടുക്കണം. കൂടുതൽ സമയം ഇരുന്നാൽ അത് ഉണങ്ങി ഇങ്ങനെ പൊടിഞ്ഞു വരും. അത്രയും ഉണങ്ങാൻ പാടില്ല. ഇതും ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാറും. ഈ ചാർക്കോൾ ഫേഷ്യലിൻ്റെ കിറ്റിൽ ചാർക്കോൾ ഫേഷ്യൽ ഇതിനുള്ളത്. ഇനി ഈ കമ്പനിയുടെ തന്നെ വേറെ വേറെ കിറ്റുണ്ട്. അത് ചാർക്കോൾ അല്ല. ഇനി ഇതൊരു റബ്ബറൈസ്ഡ് മാസ്ക് ആണ്. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ റബ്ബർ പോലെ ആയി വരും. അപ്പം നമ്മൾ ഇളക്കിയെടുക്കണം. പിന്നെ കൂടുതൽ സമയം കഴിയുമ്പോൾ ഇത് ഉണങ്ങി ഡ്രൈ ആയി പൊടിഞ്ഞു വരും. ആ ഒരു സ്റ്റേജ് ആവാൻ പാടില്ല. ആ റബ്ബറൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്ലോലി അത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതൊരു സ്കിൻ ടൈറ്റനിങ്ങും കൂടെയാണ്. ലൂസായി വരും. ഇപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ചിലർക്ക് സ്കിൻ ലൂസായി വരും, കുറച്ച് സാഗിങ് വരും. അപ്പോൾ ഈ ലൂസായി വരുന്ന സ്കിന്നിലെല്ലാം ഇത് കുറച്ചുകൂടെ ടൈറ്റനിങ് ഇഫക്റ്റുമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഓയിലി സ്കിന്നാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ റിങ്കിൾസ് കുറവായിരിക്കും അവർക്ക്. പിമ്പിൾസേ കാണുള്ളൂ. റിങ്കിൾസ് ഡ്രൈ സ്കിന്നിനാണ്, ഡീഹൈഡ്രേറ്റഡ് സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് കൂടുതലും റിങ്കിൾസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഉണങ്ങി. കുറച്ചൊന്ന് ഉണങ്ങി ഒരു 10 മിനിറ്റിനകത്ത് അത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ സ്ലോലി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു സിറം വരുന്നുണ്ട്. ഇതാണ് ആ സിറം. ഇതൊരു ഫേസിന് അപ്ലൈ ചെയ്യാനുള്ള സിറം. ഇതെല്ലാം ഒരു പാക്കറ്റിൽ ഒരാൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഇതും കൂടെ അപ്ലൈ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു റബ്ബറൈസ്ഡ് മാസ്കാണിത്. സ്കിൻ ടൈറ്റനിങ് ആണ്, സ്കിൻ ലൈറ്റനിങ് ആണ്, ഫെയർനെസ് കിട്ടും. പിന്നെ ഈ ഓപ്പൺ പോസിനെ ടൈറ്റ് ആക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നല്ലൊരു കൂളിംഗ് കിട്ടുന്ന, നല്ല ഫ്രഷ് ആവും ഇതെടുത്ത് കഴിയുമ്പോൾ. അങ്ങനെ പറ്റുന്ന ഒരു മാസ്കാണിത്. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞില്ലേ? 45 മിനിറ്റ്. ഇത് ടോട്ടൽ 45 മിനിറ്റ് മതി. ഇത് നമുക്കിത് പതുക്കെ ഇളക്കിയെടുക്കാം. തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പാണ്. നല്ല കൂളിങ്ങാണ്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നല്ല തണുപ്പാണ്. ഇതാണ് ആ ചാർക്കോൾ റബ്ബർ ഫേസ് മാസ്ക് ആയിട്ട് അല്ലേ? നല്ല സോഫ്റ്റ് ആണ്, നല്ല തണുപ്പുണ്ട്.
ഇപ്പോൾ ഒരുപാട് ടെൻഷൻ, ഇപ്പോൾ ഒഫീഷ്യൽ ടെൻഷൻ, വീട്ടിലെ ടെൻഷൻ അങ്ങനെയൊക്കെ വന്ന് വരുമ്പോൾ ബോഡി വന്നൊരു എക്സ്പ്രസ് ഫേഷ്യൽ ചെയ്തതുമായി റിലാക്സ് ചെയ്യും. ഇത് നല്ല സുഖമായിട്ട് പോവാം. ഇതിപ്പം റബ്ബറൈസ്ഡ് മാസ്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തതാണേ. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ. കഴിഞ്ഞിട്ട് ഇതിനൊരു സിറമുണ്ട് ആഫ്റ്റർ കെയർ. ഇത് സൺ പ്രൊട്ടക്ഷനാണ്. സ്കിന്ന് ഇത് കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷനാണ്. ഒരു തിളക്കം കിട്ടും. ഇതും ഈ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഇത് യൂസ് ചെയ്യാം. ഒരു ബോട്ടിൽ വൺ ടൈം യൂസ്. ഈ സിറം ഇടുന്നതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ആണല്ലേ? സിറം ഇടുന്നതുകൊണ്ട് സൺ പ്രൊട്ടക്ഷനാണ്. നല്ലൊരു ഗ്ലോ കിട്ടും. ഇപ്പോൾ ഈ ഫേഷ്യൽ പൂർത്തിയായി. ഇത്രയാണ്. ഇതാണ് എക്സ്പ്രസ് ഫേഷ്യലിൻ്റെ ഗുണം.